വീഡിയോ പിടിക്കുന്ന ആൾക്കാരല്ലേ? അതെ, ഷൂട്ട് ആൻഡ് ഷോട്ട് വീഡിയോ കലബിലെ മുഞ്ചൻ അലി അക്ബർ. എന്നിട്ടാണ് ആദ്യം കയറിയിരുന്നെങ്കിൽ ഞണ്ണുന്നല്ലേ? നിങ്ങൾക്ക് ഈ ഒന്നും ഷൂട്ട് ചെയ്യൊന്നും വേണ്ടേ? അല്ലേടാ, അതൊക്കെ ഓൾഡ് ഫാഷൻ അല്ലേ? എണീക്കടാ, എണീക്കടാ. ഇതേ എന്റെ അളിയന്റെ കൊച്ചിന്റെ പരിപാടി. പോരാത്തതിന് സ്പെഷ്യൽ ഗസ്റ്റായി ഈ സേവിയർ കുരിശുമറ്റം പങ്കെടുക്കുന്ന പരിപാടി. മനസ്സിലായല്ലേ? എന്തോ അല്ല, ഇതൊക്കെ പഴയ പരിപാടി എന്ന് പറഞ്ഞാ. ഞങ്ങളൊക്കെ കുറച്ച് പഴയ ആൾക്കാർ പള്ളി പുള്ളി ഇവിടെ ഷൂട്ട് ചെയ്താണ്. ഞാൻ പറഞ്ഞേക്കാം. ഓ ശരി, നിന്ന് കിണങ്ങാതെ പോയി ഷൂട്ട് ചെയ്യണം. ഇവനാ ലൈറ്റ്. അല്ല, ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചില്ലേ? ആദ്യം നീ പോയി ലൈറ്റ് ഇവിടെ എന്നിട്ട് ലൈറ്റ് അവിടെ ഉണ്ടാക്കിയാൽ മതി. എന്നിട്ടാണ് അമ്മ ആദ്യം തന്നെ കുത്തിക്കയറ്റണം. അമ്മനൊക്കെ ഏത് നാട്ടുകാരാ? ലൈറ്റ് സൗണ്ടുകാരാണ്. എന്നെ തട്ടുന്നത് എന്റെ മുന്നേ സൂക്ഷിച്ചോ, ഞാൻ കുറച്ച് നമ്പർ ചോദിക്കും. കൂട് നേരെ പിടിയേച്ചി. വീട്ടിലെ പിള്ളേർക്കും പ്രായാർക്കും കൊടുക്കണ്ടട്ടാ. കവറ് നേരെ പിടിക്കേച്ചി. തങ്കമ്മ ചേച്ചി കഴിച്ചായിരുന്നോ? ഇത് ആർക്ക് കെട്ടിക്കൊണ്ടുപോവാ? അച്ചായൻ കുറച്ചെടുത്തതാ. നിങ്ങളിവിടുത്തെ വെപ്പുകാരനല്ലേ? അല്ലാണ്ട് ഞങ്ങൾക്ക് ഇട്ട് വെക്കാൻ വന്നില്ലല്ലോ. ഇനി 19 പേര് കഴിക്കാനുണ്ട്. ഇവിടുന്ന് കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. എല്ലാരും ഉണ്ടല്ലോ. അപ്പന്റെ പഴയകാല സുഹൃത്തുക്കളും അമ്മായിമാരും എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നേ. അപ്പനെ അടിസ്ഥാനപരമായി ചില മാറ്റങ്ങൾക്കുള്ള സമയമാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹകരിച്ചേ. ചേച്ചി മതി യാത്ര പറഞ്ഞത്. അമ്മായിപ്പച്ച അങ്ങോട്ടൊന്ന് ഇരുന്നേ. ആ വാരം കടച്ചേരെ. എന്ത് പുണ്യം ചെയ്തിട്ടല്ലേ ഇങ്ങനെ ഒരു മോനെ കിട്ടിയത്? പുണ്യം ചെയ്തിട്ടാണല്ലോ അങ്ങേര് വെള്ളം ഇറങ്ങാതെ കിടക്കണേ. പിന്നെ എന്റെ വെണ്ണമ്മയുടെ തപ്പുകാലത്ത് ഏക സ്ഥലം ഇതാ. അപ്പച്ചന്റെ കുഞ്ഞുമോള് കണ്ടോ? എങ്ങനെയുണ്ട് ഐഡിയ? കഴിച്ചായിരുന്നോ? തങ്കച്ചോ, ഓ അപ്പച്ചന് സുഖം തന്നെയല്ലേ? പിന്നെ വാ, കേറി വാളിയാ. കേറി വാസേവരാ. സാബു, ഇവിടെ 2 തരത്തിലുള്ള ഇറച്ചികളും ഉണ്ടോ? നിനക്ക് പാപ്പത്തിനായിട്ട് വല്ല വിഷയമുണ്ടോ? ഇല്ല, ഞങ്ങൾ തമ്മിൽ നല്ല സീറ്റിംഗ്. ഞാൻ പോയി. നിനക്ക് കിട്ടൂല. പാപ്പത്തിനെ കളിയാക്കി കുറ്റം പറയണോക്കും വേണ്ടി മാത്രം സ്പെഷ്യലായിട്ടൊരു ഐറ്റം വിളമ്പുണ്ട്. ഞാൻ എപ്പോഴും കുറ്റം പറയും. അതുകൊണ്ട് എനിക്ക് 3 പ്രാവശ്യം കിട്ടി. അങ്ങനെ ഒരു കളിയുണ്ട്. പറയേണ്ടത് ഇത് മതി. പോയെ ചേട്ടാ, നോക്കി വിളമ്പണേ. എടാ, എന്റെ നീ ഇത് ആർക്കൊക്കെ വിളമ്പുന്നത്? ഇത് തീരാറായല്ലോ. ഇനി ആ വെല്ലുവിളിച്ചവരൊക്കെ വരാൻ കിടക്കുന്നു. അവർക്ക് എന്ത് കൊടുക്കും? അശനെ ആ സേവിയറുടെയും കുളവാക്കിയതാ. ഇതുപോലെ കായം കുറുകിട്ട് കൂട്ടാൻ പറ്റുമോ? നല്ല രുചിയായിരിക്കും. എടോ, ഇതിന്റെ അളവ് കൂട്ടാൻ പറ്റുമോ? അങ്ങനെയും കൂട്ടാൻ പറ്റുമോ? കുഴി മാന്നിട്ട് കുറച്ച് എല്ലാം എടുത്തിട്ട് എല്ലാം കപ്പ വെക്കായിരുന്നു. ഈ നാറുകൾ മാറിയല്ലേ അതും പറ്റുള്ളൂ. എപ്പോ ഞാൻ നേരത്തെ ബീഫ് കഴിച്ചായിരുന്നു. നല്ല ആഗ്രഹമായിട്ട് ഇപ്പൊ അങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ. കിട്ടണ്ടേ? ഇടയ്ക്കേ ഉള്ളൂ. നല്ല ഉഗ്രൻ ടേസ്റ്റാ. എടാ, അതിപ്പോ എല്ലാവർക്കും ബീഫ് കൊടുടാ. ഭാര്യ കോഴി കൊടു. അതെ, വൈകിയല്ലേ വരാന്? തങ്കച്ചനപ്പുറത്തില്ലേ? വെള്ളം കുറവല്ലേ? ഇപ്പൊ കൊണ്ടുവരാം. ഞാൻ കൊടുക്കാം. രണ്ടുപേരും സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ട് ഇറങ്ങിയിരിക്കുക. ഉഗ്രം ബീഫാ. കഴിക്കും. കുഴച്ചങ്ങോട്ട് പിടി. ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് അതുപോലെ അങ്ങോട്ട് കഴിക്കേ. ഈ മെക്സിന്ന് കേട്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചതേ കാട്ടിൽ നിന്ന് കിട്ടുന്ന ഏതൊരു കറുത്തൊരു കായാന്നാ. ഞാൻ വിചാരിച്ചതിനെ പറ്റി പറയാതിരിക്കാ നല്ലത്. പക്ഷെ എനിക്ക് അതല്ല, ഈ നാട്ടുകാർക്ക് ഇതിനെ പറ്റിയൊന്നും ഒരു അറിവില്ലേ? ഇതിനെ പറ്റി നമുക്കേ അറിയില്ല, പിന്നല്ലേ നാട്ടുകാർക്ക്. അല്ല സാറേ, ഈ ഫോറൻസിക് റിസൾട്ട് വരാതെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഏർപ്പാടാ എനിക്ക് മനസ്സിലാവാത്ത. ഫ്ലൈങ് സ്ക്വാഡ് കയറി വന്നതാ ആകെ പണിയായത്. ഇപ്പൊ അന്വേഷണം മുഴുവൻ നമ്മളെ തലയിൽ. പാപ്പച്ചനപ്പ 4-5 കൊല്ലം അകത്താ അല്ലേ സാറേ? പിന്നെ അല്ലാതെ ഒരപ്പംപാറയിലെ പുള്ളിമാൻ കേസ്, ആ കുര്യാക്കോസില്ലേ, അയാൾക്കും കിട്ടിയല്ലോ 1.5 കൊല്ലം. ആ കേസ് ഇതുപോലെ തന്നെയല്ലേ? അങ്ങേര് ഇതുപോലെ ഒറ്റക്കല്ലല്ലോ, അതാ ഒരു വ്യത്യാസം. സംഭവം ആള് കൂടിയ മനുഷ്യന്റെ കൊലപാതകമാണേലും ശിക്ഷ കുറവില്ലേ സാറേ? അങ്ങനെയല്ല അലക്സേ, ഇതിലെ പാപ്പച്ചൻ തൂങ്ങും. കേസ് നമ്പർ 3/2023, രാജക്കാട് ഫോറസ്റ്റ് സ്റ്റേഷൻ,
കാട്ടുപോത്ത് വെടിവെപ്പ് കേസ് 1-ാം പ്രതി പുത്തൻ വീട്ടിൽ പാപ്പച്ചൻ. ഹാജർ. നമസ്കാരം. നമസ്കാരം. എന്റെ ചേംബർ ഇതാണ്. അതാണല്ലേ. ഇളകുന്നുണ്ടല്ലോ. പറഞ്ഞാൽ വീഴൂ. കേറിക്കോ. ജഡ്ജി നമസ്കാരം. താങ്ക് യു. വായന അങ്ങനെ ശീലമൊന്നുമില്ല. എന്നാലും കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. അതല്ലല്ലോ, അത്രേ ഉള്ളൂ. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. അയ്യോ, അതിന് ഇതിനകത്ത് ആവശ്യമില്ല. ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. എന്റെ കൊച്ചിലോട്ടുള്ള ലൈൻ അതാ. സൈലൻസ് സൈലൻസ്. ഇന്ത്യൻ ഭരണഘടനയാ. പാപ്പച്ചൻ കൈവച്ചങ്ങ് പറഞ്ഞു വെച്ചാ മതി. അത് ഇതാണോ? കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. പോരെ? അല്ല, ഇതാരെ പോളി വക്കീലോ? അതെ മാഡം. കണ്ടിട്ട് കുറെ കാലം ആയല്ലോ. കൃഷിയും പരിപാടിയൊക്കെ അങ്ങ് വിട്ടോ? തൽക്കാലം വിട്ടു മാഡം. നല്ലൊരു കേസ് കൈ കിട്ടിയപ്പോൾ ഈ വാഴ നനയ്ക്കലും വളവിടലും ഒക്കെ അതിഥി തൊഴിലാളികളെ ഏൽപ്പിച്ചു. ഇപ്പൊ അവരാ ബെസ്റ്റ്. ഓഹോ, അത്രയ്ക്ക് നല്ല കേസാണ്. അതെ മാഡം. അപ്പൊ തുടങ്ങാല്ലേ? തുടങ്ങാം മാഡം. പ്രൊസീഡ്. യുവർ ഓണർ, കേരള സംസ്ഥാനത്തെ ഞെട്ടിക്കുന്ന ഒരു കേസിന്റെ തെളിവുകളുമായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്താന്ന് വെച്ചാ ഒന്ന് തെളിച്ചു പറ എന്റെ വക്കീലെ. നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് നിയമങ്ങളുണ്ട്. അതിൽ തന്നെ ഈ ഫോറസ്റ്റ് റൂൾസ്, വന നിയമങ്ങൾ ഏറെ പ്രത്യേകതകളുള്ളതാണ്. പ്രതിയിൽ നിന്നോ പ്രതിയുടെ വീട്ടിൽ നിന്നോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു എന്ന് പറയപ്പെടുന്ന ഇറച്ചിയുടെ സാമ്പിൾ ഫോറൻസിക് എക്സാമിനേഷൻ അയച്ചു കൊടുത്തിട്ട് കൃത്യം 7 ദിവസമായി. അതിന്റെ റിസൾട്ട് ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് ഫോറസ്റ്റുകാർ വായും പൊളിച്ചിരിക്കുക. കഷ്ടമൊന്നല്ലാതെ എന്തു പറയാൻ. വെറുതെ അല്ല ആനകൾ കൂട്ടത്തോടെ കാട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. വക്കീലെ വേണ്ട. സോറി യുവർ ഓണർ. അതിനു മുമ്പല്ലേ നിങ്ങൾ ജാമ്യഹർജി എന്നത്? അത് പരിഗണിച്ചതാണോ ഇപ്പൊ കുറ്റമായത്? അല്ല, ഇല്ല മാഡം. ഈ കേസുമായിട്ട് ബന്ധമില്ല. പ്രതിയുടെ വക്കീൽ കേസുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കോടതിയുടെ വിലപ്പെട്ട സമയമാണ് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ധാരാളം സമയമുണ്ട്. തൽക്കാലം അവിടെ ഇരിക്കേ. ആദ്യം ഇതിനൊരു തീരുമാനമാകട്ടെ. താങ്ക് യു യുവർ ഓണർ. എന്ത് പറഞ്ഞാലും ഫുള്ള് ഡാർക്കാണ്. അയ്യോ, ബഹുമാനപ്പെട്ട കോടതിയെ കുറിച്ചല്ല, ഈ ബ്യൂറോക്രസിയുടെ പിടിപ്പുകേടിനെ കുറിച്ചാണ് പറഞ്ഞത് മാഡം. ഉദ്യോഗസ്ഥ മേധാവിത്വം. അതാ കോടതി എന്റെ കൂടെ ചോറല്ലേ മാഡം? അല്ല, ഈ കേരള സംസ്ഥാനത്തെ ആകെ ഞെട്ടിക്കുന്ന ഏതോ തെളിവിനെ കുറിച്ച് പറഞ്ഞല്ലോ. അതൊന്ന് പറ, ഞെട്ടുമെന്ന് നോക്കാമല്ലോ. ഉണ്ട് മാഡം. അത് കേട്ടാ മാഡം ഞെട്ടി തരിച്ചു. ഇതാ ഞാൻ പറഞ്ഞത്. കൊടുത്തേക്ക്. എന്തോ എൻ്റെ കക്ഷി പാപ്പച്ചൻ എനിക്ക് നേരത്തെ അറിയാം യുവർ ഓണർ. ഈ പത്രങ്ങളിലൊക്കെ പടം അച്ചടിച്ച് വരാനും നാട്ടിലെ ധീരനായ നായാട്ടുകാരനാണെന്ന് അറിയപ്പെടാനും ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരു പഞ്ചഭാവമാണ് പാപ്പച്ചൻ. അതുകൊണ്ടാണ് ഈ വേഷം കെട്ട് നടത്തിയത്. ചുരുക്കി പറഞ്ഞാൽ നാട്ടുകാരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി അല്ലേ? അതുകൊണ്ട് പാപ്പച്ചനെ വെറുതെ വിടണം. നിരപരാധിയാണ്, 100% നിരപരാധിയാണ് യുവർ ഓണർ. പ്ലീസ്. എന്താണോ പാപ്പച്ച ഇത്? താൻ പറയുന്നു താൻ പ്രതിയാണെന്ന്, തന്റെ വക്കീല് പറയുന്നു താൻ നിരപരാധിയാണെന്ന്. ഒരിക്കലും ഇല്ല സർ. ഈ വക്കീൽ എന്നെ മനഃപൂർവ്വം നാണം കടത്താൻ എന്തൊക്കെയോ പറയുവാണ്. എടോ കോവെ, തന്നെ ആരോടോ കേസ് ഏൽപ്പിച്ചത്? പാപ്പച്ചോ, ഇത് കോടതിയാ. മാഡം, ഞാൻ മാഡത്തിന്റെ മുന്നിൽ ഹാജരാക്കിയത് ഈ പ്രോസിക്യൂഷൻ പറഞ്ഞ കണ്ടാൽ തിരിച്ചറിയാവുന്ന 60ഓളം പ്രതികൾ അവര് കഴിച്ച അതേ ഇറച്ചിയുടെ, എരുമ ഇറച്ചിയുടെ ഫോറൻസിക് പരിശോധനാ ഫലമാണ്. അതെ മാഡം, ഭക്ഷണം കഴിക്കാനും നുണ പറയാനും മാത്രം വായ തുറക്കുന്ന നിരപരാധിയായ എന്റെ കക്ഷി അന്ന് വീട്ടിൽ വിളമ്പിയത് തവിടും കൊപ്ര പിണ്ണാക്കും പച്ചപ്പുല്ലും കഞ്ഞിവെള്ളവും കുടിച്ച് വളർന്ന ദിവസം 4 ലിറ്റർ കറവയുള്ള ഒരു സാധാരണ എരുമയുടെ ഇറച്ചിയാണ്. കോടതി, ഇത് നുണയാണ്, പച്ചക്കള്ളം. ആ ബുക്കിംഗ് കൊടുത്തേ, അതിൽ കൈ വെച്ച് പറ. അതിന്റെ ആവശ്യമൊന്നുമില്ല. മാഡത്തിന് എന്നെ എത്രയോ കൊല്ലമായിട്ട് അറിയാം. മാഡം, എന്റെ എഫേർട്സിലൂടെ, എന്റെ സ്വന്തം പ്രയത്നത്തിലൂടെ എന്റെ കക്ഷി നിരപരാധിയാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് മാഡം, സന്തോഷമുണ്ട്. പ്രതിഭാഗം വക്കീല് ശേഖരിച്ച സാമ്പിളിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ വെറുതെ വിടുന്ന ഏർപ്പാട് ഇന്ത്യൻ ജുഡീഷ്യറി സംവിധാനത്തിൽ ഇല്ല. വക്കീലിനും അറിയാവുന്നതല്ലേ. റിസൾട്ട് വരട്ടെ, അതുവരെ ജാമ്യത്തിൽ പൊക്കോട്ടെ. കോടതി, ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കേ. എന്നെ വെറുതെ ഇവിടെ ഇരിക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? എന്നാ ശരി.
ഞാൻ കാട്ടിക്കയറി ഉപയോഗിച്ചത് എരുമയാണെന്ന് നിന്നോടാണ് പറഞ്ഞത്. നീ കുറെ വെടിവെച്ച് നിന്റെ തന്ത തന്നെയാ പറഞ്ഞത് അത് കാട്ടുപോത്തിന്റെ ഇറച്ചി അല്ലെന്ന്. അങ്ങനെ കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? നിന്റെ തന്തക്കല്ലാതെ വേറെ ആർക്കാടാ അറിയാവുന്നത് കാട്ടുപോത്തിന്റെ ഇറച്ചിയെ കുറിച്ചൊക്കെ? പേരക്കുട്ടിയുടെ ആദ്യ കുർബാനയ്ക്ക് പോയില്ലേ? വെറുതെ നാട്ടുകാരുടെ മുമ്പ് നാണം കെടാൻ. പോളി ഇത് അവിടുന്ന് തന്നു വിട്ടതാ. അവിടുന്ന് തന്നു വിട്ടതാ കാട്ടുപോത്തിന്റെ ഇറച്ചി. ആണോ? മോള് തന്നു വിട്ടതാ. അവന്റെ മറ്റേടത്തെ കാട്ടുപോത്ത്. കാട്ടുപോത്തിന് പിടുക്ക് ചുട്ടുന്നിട്ടുണ്ടോ ഈ മാത്തച്ഛൻ? എന്റെ അടുത്ത് അവന്റെ ഒരു എരുമയുടെ ചവ് കൊണ്ടുവന്നിട്ടോ അത് കാട്ടുപോത്ത് അമിച്ചു. ഗതികെട്ടവൻ. കേരളക്കരയെ ഞെട്ടിച്ച രാജാക്കാട് കാട്ടുപോത്ത് വെടിവെപ്പ് കേസ് വൻ വഴിത്തിരിവിലേക്ക്. കാട്ടുപോത്ത് ഇറച്ചിയുടെ ഫോറൻസിക് ഫലം വന്നു. ഇറച്ചി എരുമയുടേതാണ്. ഇതോടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വെട്ടിലായിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു കേസ് ഉണ്ടായാൽ വിശദമായ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഇന്നൊട്ടും സാഹചര്യമില്ലാത്ത കേരളത്തിൽ ഇനിയും ഇതുപോലുള്ള നിരപരാധികളായ പാപ്പച്ചന്മാർ റിമാൻഡിൽ കഴിയേണ്ടി വരും എന്ന ദുരവസ്ഥയ്ക്കാണ് കേരളം. ആരാധകരെ ശാന്തരാകും. എല്ലാവരും സെൽഫി എടുക്കുന്നതായിരിക്കും. ഞാൻ നിന്റെ ആരാധകർ ഒന്ന് പോയടാണെന്ന്. നീ കാരണമാണ് ഞങ്ങൾ ഈ ഗതിയിലായത്. ചേട്ടാ ഇങ്ങനെയാണോ സ്നേഹം പ്രകടിപ്പിക്കുന്നത്? പോരാ ചെറിയൊരു പരിപാടി.